വെൽക്കം. റഹ്മാനാണ്. ആന്റി ആസ്തമ ഡ്രഗ് സീരീസിൽ ഈ വീഡിയോ സാൽബ്യൂട്ടമോൾ പോലെയുള്ള അല്ലെങ്കിൽ ലീവോ സാൽബ്യൂട്ടമോൾ പോലെയുള്ള ബീറ്റ-2 അഗോണിസ്റ്റ് മരുന്നുകളെ കുറിച്ചിട്ടാണ്. സോ ആസ്മയിൽ രണ്ട് തരം മരുന്നുകളാണ് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുക. ഒന്ന് ആന്റി ഇൻഫ്ലമേറ്ററി മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കും. രണ്ട് ബ്രോങ്കോ ഡയലേറ്റേഴ്സ് ആണ് ഉപയോഗിക്കുക. ആൻഡ് നമ്മൾ പറയുന്നത് ബ്രോങ്കോ ഡയലേറ്റേഴ്സ് വിഭാഗം മരുന്നുകൾ പറ്റിയാണ്. ആൻഡ് ബ്രോങ്കോ ഡയലേറ്റേഴ്സ് തന്നെ വീണ്ടും വിവിധ തരമുണ്ട്. ഒന്ന് ആന്റി മസ്കാർനിക് ഉണ്ട്, അല്ലെങ്കിൽ ആന്റി കോളിനർജിക് എന്ന് വിളിക്കാം. ഈ പ്രട്രോപ്പിയം പോലെയുള്ള മരുന്ന്. പിന്നെ ഏറ്റവും ഫേമസ് മീഥൈൽ സാന്തിൻസ് ആണ്. മീഥൈൽ സാന്തിൻസിലെ ഏറ്റവും ഫേമസ് തിയോഫിലിൻ പോലെയുള്ള ഡെർഫിലിൻ പോലെയുള്ള മരുന്നുകൾ. പിന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നത് മാഗ്നീഷ്യം സൾഫേറ്റ് പോലെയുള്ള ചില മരുന്നുകൾ ബ്രോങ്കോ ഡയലേറ്റേഴ്സ് പൂർവ്വം ചില സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഏറ്റവും സുപ്രധാന മരുന്നുകൾ അല്ലെങ്കിൽ ഏറ്റവും വൈഡായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ ബീറ്റ-2 റിസപ്റ്റർ അഗോണിസ്റ്റ് ആണ്. ബീറ്റ-2 റിസപ്റ്റർ അഗോണിസ്റ്റ് മരുന്നുകൾ. സോ അവയെ പറ്റിയാണ് നമ്മൾ ഇവിടെ പറയുക. ആസ്മയിൽ പ്രശ്നം എന്താ? ആസ്മയിൽ പ്രശ്നം എയർവേ ഒബ്സ്ട്രക്ഷൻ. എയർവേയിൽ തടസ്സമുണ്ട്. ഇതാണ് ലങ്സിലേക്കുള്ള ട്രക്കിയ, ബ്രോങ്കസ്, ദെൻ പിന്നെ ഇങ്ങോട്ട് ബ്രോങ്കിയോൾസ്, അങ്ങനെ അങ്ങ് പോവുകയാണ്. സോ ഇവിടെയാണ് തടസ്സം. സോ ഈ മരുന്നുകൾ പ്രത്യേകിച്ച് ബ്രോങ്കൈ, ടെർമിനൽ ബ്രോങ്കിയോൾസ് അങ്ങനെയൊക്കെയുള്ള ഭാഗമാണ് വികസിപ്പിക്കുക. ഇവിടെയൊക്കെയാണ് കൂടുതലായിട്ട് വികസിക്കുക. ഇവിടെയുമൊക്കെ വികസിപ്പിക്കും, ഡയലേറ്റ് ചെയ്യണം. സോ റെഡ്യൂസ് എയർവേ ഒബ്സ്ട്രക്ഷൻ ഓർ എയർവേസ്, അവിടെയുള്ള എയർ ഫ്ലോ സുഗമമാക്കും എന്നുള്ളതാണ് ഈ മരുന്നുകൾ ചെയ്യുക. ആൻഡ് ഈ മരുന്നുകൾ ബീറ്റ-2 അഗോണിസ്റ്റ് എന്ന് പറയുമ്പോൾ ബീറ്റയൊക്കെ സിമ്പതോമിമെറ്റിക്സ് ആണ്. സോ ദീസ് ആർ സിമ്പതോമിമെറ്റിക്സ് വിഭാഗം മരുന്നുകൾ കൂടിയാണ്. സോ ദീസ് ആർ അഡ്രിനാലിൻ ലൈക്ക് ഡ്രഗ്സ് കൂടിയാണ്. സിമ്പതോമിമെറ്റിക് നെർവസ് സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ട് നമ്മൾ പറഞ്ഞത് നോറഡ്രിനാലിൻ, പിന്നെ അഡ്രിനാലിൻ പോലെയുള്ള മരുന്നുകളാണ്. സോ അതുപോലെയാണ് ഇവിടെ പ്രകടനം. സോ ദീസ് ആർ അഡ്രിനർജിക്സ് വിഭാഗം മരുന്നുകൾ കൂടിയാണ്. ആൻഡ് ഇവ പ്രവർത്തിക്കുന്നത് ബീറ്റ-2ലാണ്, ബീറ്റ-2 റിസപ്റ്റേഴ്സിലാണ് പ്രവർത്തിക്കുക. ബീറ്റ-2 റിസപ്റ്ററിലെ അഗോണിസ്റ്റുകളാണ്. സോ ഇവിടെ പ്രവർത്തന രീതി ബീറ്റ-2 റിസപ്റ്ററിൽ ഒട്ടിച്ചേരുന്നു. ബീറ്റ-2 റിസപ്റ്റർ എവിടെയാണുള്ളത്? ലങ്സിനകത്തുള്ള സ്മൂത്ത് മസിൽസിലാണ്. സോ ഇത് ലങ്സ് ആണെങ്കിൽ ഇവിടെ ഇതിന്റെ സ്മൂത്ത് മസിൽസ് ഉണ്ട് നമുക്കറിയാം. ഈ സ്മൂത്ത് മസിൽസിലാണ് ബീറ്റ-2 റിസപ്റ്റേഴ്സ് ഉള്ളത്. ആൻഡ് ബീറ്റ-2 റിസപ്റ്റേഴ്സ് എല്ലാം തന്നെ ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ ആണ്. എല്ലാം GS പാത്വേയിൽ ആക്ട് ചെയ്യുന്നതാണ്. സോ ഇറ്റ് സ്റ്റിമുലേറ്റ് GS പാത്വേ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് സൈക്ലിക് AMP ആണ്. ഇൻക്രീസ് സൈക്ലിക് AMP ഉണ്ടാകും. സൈക്ലിക് AMP ഇൻസൈഡ് ദ സ്മൂത്ത് മസിൽസിൽ സൈക്ലിക് AMP കൂടുമ്പോൾ പ്രോട്ടീൻ കൈനേസസ് ആക്ടിവേറ്റ് ചെയ്യുന്നു. പ്രോട്ടീൻ കൈനേസസ് A1 അല്ലെങ്കിൽ ടൈപ്പ് 1 ആക്ടിവേറ്റ് ചെയ്യുമ്പോഴത്തേക്കും സംഭവിക്കുന്നത് ബിഗ് കണ്ടക്ടൻസ് പൊട്ടാസ്യം ചാനൽ അത് കൂടുതൽ നേരം തുറക്കും. അതാണ് ഒരു വഴി. കാൽഷ്യം ആക്ടിവേറ്റഡ് പൊട്ടാസ്യം ചാനൽ തുറക്കുന്നു എന്നുള്ളതാണ്. സോ ദിസ് കോസസ് റിലാക്സേഷൻ. ഇത് ഒരു വഴിയാണ്. പ്രോട്ടീൻ കൈനേസസ്, പിന്നെയും പ്രോട്ടീൻ കൈനേസസ് A ആൻഡ് പ്രോട്ടീൻ കൈനേസസ് G. ഇത് ആക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നത് മയോസിൻ ലൈറ്റ് ചെയിൻ കൈനേസ് ആണ്. മയോസിൻ ലൈറ്റ് ചെയിൻ കൈനേസസ് അത് ആക്ടിവേറ്റഡ് ആകും. അല്ലെങ്കിൽ അതിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യുമ്പോൾ സ്മൂത്ത് മസിൽ റിലാക്സ്. സോ രണ്ട് രീതിയിൽ സ്മൂത്ത് മസിൽസ് റിലാക്സ് ചെയ്യുന്നുണ്ട്. സോ സ്മൂത്ത് മസിൽ റിലാക്സേഷൻ. സോ ഇൻക്രീസ് ബ്രോങ്കയുടെ സൈസ് വർദ്ധിക്കുന്നതാണ് ഒരു കാരണം. ആൻഡ് രണ്ടാമത്തത് ഓൺ മാസ്റ്റ് സെല്ലിലും കുറച്ച് ആക്ഷൻ ഉണ്ട്. മാസ്റ്റ് സെല്ലിൽ ആക്ട് ചെയ്തിട്ട് സ്റ്റോപ്സ് റിലീസ് ഓഫ് പ്രോ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സിന്റെ റിലീസ് ഒക്കെ കുറയ്ക്കുന്നുണ്ട്. സോ അങ്ങനെയും ആക്ഷൻ ഉണ്ട് കുറച്ച്. ഇനി ഈ മരുന്നുകളെല്ലാം കൊടുക്കുക ഇൻഹലേഷണൽ ആണ്. ഇൻഹലേഷണൽ ഗുളികയായിട്ടല്ല നമ്മൾ അധികം പ്രിഫർ ചെയ്യുക. വി ഗിവ് ബൈ ഇൻഹലേഷണൽ എന്ന് പറയുമ്പോൾ മീറ്റേർഡ് ഡോസ് ഇൻഹേലർ, MDIs എന്നാണ് വിളിക്കുക. MDIs മീറ്റേർഡ് ഡോസ് ഇൻഹേലർ എന്ന് വെച്ചാൽ ഒരു നിശ്ചിത അളവിൽ ഒരു തവണ സ്പ്രേ ചെയ്യുമ്പോഴത്തേക്കും ഒരു നിശ്ചിത അളവിൽ സ്പ്രേയിലൂടെ പുറത്തേക്ക് വരും. അത് വായിലേക്ക് എടുക്കും. ആൻഡ് ഓൾ ദീസ് ഡ്രഗ്സ് ആർ ഗിവൺ ഇൻ മൈക്രോഗ്രാംസ് മതി, ബിക്കോസ് നേരിട്ട് ലങ്സിലേക്കാണ് കിട്ടുക. ആൻഡ് ഇവിടെ പാർട്ടിക്കിൾ സൈസ്, ഒരു ഓപ്റ്റിമം പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് 1 to 5 മൈക്രോൺ സൈസ് ആണ്. അപ്പോഴാണ് കൃത്യമായിട്ട് അബ്സോർപ്ഷനും കാര്യങ്ങളൊക്കെ നടക്കുക. ദെൻ ഇൻഹലേഷൻ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഹൈഡ്രോഫ്ലൂറോ ആൽക്കീൻസ് ആണ് പ്രൊപ്പല്ലന്റ് ആയിട്ട് യൂസ് ചെയ്യുക. ഹൈഡ്രോഫ്ലൂറോ ആൽക്കീൻസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ദെൻ വായിലേക്ക് നമ്മൾ സ്പ്രേ അടിക്കുന്നു. ഒരു 1 to 10 വരെ നമ്മൾ കൗണ്ട് ചെയ്യുന്ന സമയം അത്ര നേരം ശ്വാസം ഒന്ന് പിടിക്കുന്നു. അപ്പോഴത്തേക്ക് ഇത് അബ്സോർബ്. ദെൻ പിന്നെ ഉള്ളത് മീറ്റർ ഡോസ് ഇൻഹേലർ അല്ലാതെ ഉള്ളത് ഡ്രൈ പൗഡർ ആണ്. ഡ്രൈ പൗഡർ ഫോർ ഇൻഹലേഷൻ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിനൊക്കെയാണ് നമ്മൾ റോട്ടാക്യാപ്സ് എന്നൊക്കെയാണ് വിളിക്കുക. റോട്ടാക്യാപ്സ്. സോ ഈ റോട്ടാക്യാപ്സ് ഉപയോഗിക്കാനായിട്ട് സഫിഷ്യന്റ് ഇൻസ്പിറേറ്ററി എമൗണ്ട് ഉള്ളവരിൽ മാത്രമാണ്, ഒരു 60 ml/minute ഒക്കെ ശ്വസിക്കാൻ പറ്റുന്നവരിൽ മാത്രമാണ് റോട്ടാക്യാപ്പ് ഉപയോഗിക്കുക. അല്ലാത്തവരിൽ റോട്ടാക്യാപ്പ് ഉപയോഗിക്കാറില്ല. അല്ലാത്തവരിൽ ഇൻഹലേഷണൽ മീറ്റർ ഡോസ് ഇൻഹേലേഴ്സ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ നമുക്ക് മരുന്നുകളെ കുറിച്ച് പറയാം. ഏതെല്ലാമാണ് മരുന്നുകൾ? ആദ്യത്തെ ഗ്രൂപ്പാണ് ഞാൻ പറയുന്നത് നോൺ സ്പെസിഫിക് ബീറ്റ-2 അഗോണിസ്റ്റുകളാണ് ആദ്യത്തെ ഗ്രൂപ്പ് ഓഫ് മരുന്ന്. സോ ഇത് മറ്റ് റിസപ്റ്ററിലും പ്രവർത്തിക്കും, ബീറ്റ-2ൽ മാത്രമല്ല. അതുകൊണ്ടാണ് നമ്മൾ നോൺ സ്പെസിഫിക് എന്ന് പറഞ്ഞത്. ഏറ്റവും പ്രധാനി അഡ്രീനാലിൻ ആണ്. അഡ്രിനാലിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ എന്നും നമ്മൾ വിളിക്കും. അഡ്രിനാലിൻ ഓർ എപ്പിനെഫ്രിന് ഏതെല്ലാം റിസപ്റ്റർ ആക്ഷൻ ഉണ്ട്? ബീറ്റ-1ലുണ്ട്, ബീറ്റ-2ലുണ്ട്, ബീറ്റ-3. അതല്ലാതെ തന്നെ ആൽഫ-1ലും ആൽഫ-2ലും ഒക്കെ പ്രവർത്തിക്കും. പിന്നെയുള്ളത് ഐസോപ്രിനാലിനാണ്. ഐസോപ്രിനാലിൻ എന്ന് പറയുമ്പോൾ ബീറ്റയിൽ എല്ലാത്തിലും ആക്ട് ചെയ്യും. ബീറ്റ-1 ഉണ്ട്, 2 ഉണ്ട്, 3 ഇതെല്ലാത്തിലും ആക്ട് ചെയ്യും. പക്ഷെ ആൽഫയിൽ ആക്ഷൻ ഇല്ല. പിന്നെയുള്ളത് എഫിഡ്രിനാലിൻ
ആണ്. എഫിഡ്രിൻ എന്ന് പറയുന്ന മരുന്ന് ആൽഫയിലും പ്രവർത്തനമുണ്ട്, ബീറ്റയിലും പ്രവർത്തനമുണ്ട്. ദെൻ ഓൾസോ ക്യാൻ ആക്ട് ഇൻഡയറക്ട്ലി ആക്ടിംഗ് ഡ്രഗ് സിംപതോമിമെറ്റിക് കൂടിയാണ് എഫിഡ്രിൻ. പക്ഷെ നമ്മൾ ഇപ്പോൾ ഈ മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉപയോഗിക്കുന്നില്ല എന്ന് പറയാം. അഡ്രിനാലിൻ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ ആയിട്ടാണ് കൊടുക്കുക. അത് ഉപയോഗിക്കുന്നത് റയർ കേസസ് ആയിട്ടുള്ള ബ്രിറ്റിൽ ആസ്മയിലാണ്. ബ്രിറ്റിൽ ആസ്മ എന്ന് പറയുന്ന കണ്ടീഷനിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക. ബ്രിറ്റിൽ ആസ്മ മീൻസ് സഡൻ വേഴ്സണിങ് ഓഫ് ആസ്മ, സഡൻ ഡെത്ത് ഒക്കെ ഉണ്ടാകുന്ന കണ്ടീഷനാണ് ബ്രിറ്റിൽ ആസ്മ എന്ന് പറയുന്നത്. സോ അഡ്രിനാലിൻ വളരെ വേഗത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ഉപയോഗിക്കുന്നത്. സോ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് അപ്പോൾ സെലക്റ്റീവ് രണ്ടാമത്തെ ഗ്രൂപ്പ് മരുന്നാണ്. സെലക്റ്റീവ് ബീറ്റ-2 അഗോണിസ്റ്റ് വിഭാഗം മരുന്നുകളാണ് നമ്മൾ ആസ്മയിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. മറ്റ് ബീറ്റ റിസപ്റ്ററുകളിൽ ഒന്നും പ്രവർത്തിക്കാതെ പരമാവധി ബീറ്റ-2 മാത്രം പ്രവർത്തിക്കുന്ന മരുന്നുകളാണ് സെലക്റ്റീവ് ബീറ്റ-2 അഗോണിസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് കൊടുക്കുന്നത് ഇൻഹലേഷണൽ ഗ്യാസസ് ഓർ ഡ്രൈ പൗഡേഴ്സ് രൂപത്തിൽ ലങ്സിലെത്തുന്ന രീതിയിലാണ്. ഗുളിക ഇഞ്ചക്ഷൻ ഒക്കെ നമ്മൾ പരമാവധി ഒഴിവാക്കും. ഇൻഹലേഷൻ ആണ്, ഇപ്പൊ സിസ്റ്റമിക് എഫക്ട്സ് കുറവാണ്, ലങ്സിൽ മാത്രം പ്രവർത്തിക്കും. ആൻഡ് ഈ മരുന്നുകളെ നമുക്ക് മൂന്നാക്കി തരംതിരിക്കാം. ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ, പ്രവർത്തന ദൈർഘ്യം അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ മൂന്നാക്കുന്നത്. ആദ്യത്തേത് ഷോർട്ട് ആക്ടിംഗ് ആണ്. ഷോർട്ട് ആക്ടിംഗ് ബീറ്റ-2 റിസപ്റ്റർ അഗോണിസ്റ്റുകളാണ്. നമ്മൾ എഴുതുക സാബ എന്നാണ്. സാബ ഷോർട്ട് ആക്ടിംഗ്. ആൻഡ് ഇപ്പോൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ലീവോസാൽബ്യൂട്ടമോൾ ആണ്. ലീവോസാൽബ്യൂട്ടമോൾ ആണ് ഏറ്റവും വൈഡ് ആയിട്ട് ഉപയോഗിക്കുന്ന മരുന്ന്. ലീവോ അല്ലാത്ത വെറും സാൽബ്യൂട്ടമോൾ ആണ് മറ്റൊരു മരുന്ന്. ആൻഡ് നേരത്തെ ഉപയോഗിച്ചിരുന്നത് ഇതാണ്, ഇപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ആൻഡ് ഇവിടെ മറ്റൊരു പേര് ആൽബ്യൂട്ടറോൾ എന്നാണ്. ആൽബ്യൂട്ടറോൾ അമേരിക്കൻ പേരാണ് ആൽബ്യൂട്ടറോൾ എന്ന്. മറ്റൊരു മരുന്ന് ടെർബ്യൂട്ടാലിൻ ആണ്. ടെർബ്യൂട്ടാലിൻ എന്ന് പറയുന്ന മരുന്ന് നമുക്ക് ഇഞ്ചക്ഷൻ ആയിട്ടും കൊടുക്കാവുന്ന ഒരു മരുന്നാണ്. ആൻഡ് ഈ മരുന്നുകൾ ഏകദേശം 5 മിനിറ്റിനുള്ളിൽ പ്രവർത്തിക്കും. കുറച്ച് നേരമേ പ്രവർത്തിക്കുക, ഷോർട്ട് ആക്ടിംഗ് ആണ്. പക്ഷെ 5 മിനിറ്റിനകം ഇതിന്റെ ആക്ഷൻ കിട്ടും എന്നുള്ളതാണ്. ലീവോസാൽബ്യൂട്ടമോൾ ആൻഡ് സാൽബ്യൂട്ടമോൾ ഏകദേശം ഒരു 2 to 4 hours നേരമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ടെർബ്യൂട്ടാലിൻ ഒരു 4 to 6 മണിക്കൂർ നേരം പ്രവർത്തിക്കാം. എന്തായാലും ദിവസം ഒരു 4 നേരമെങ്കിലും കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷെ ഇവയൊന്നും ആസ്മയുടെ സ്ഥിരം മരുന്നല്ല. സ്ഥിരം മരുന്ന് മീൻസ് തുടർച്ചയായിട്ട് ഉപയോഗിക്കാനുള്ള മരുന്നല്ല, ദീർഘനാള കൊടുക്കാനുള്ളതല്ല. സാൽബ്യൂട്ടമോൾ ആൻഡ് ലീവോസാൽബ്യൂട്ടമോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു 100 to 200 മൈക്രോഗ്രാമിലാണ് ഞാൻ പറഞ്ഞത്. 100 to 200 മൈക്രോഗ്രാം വീതമാണ് ഉപയോഗിക്കുന്നത്. ടെർബ്യൂട്ടാലിൻ ചിലപ്പോൾ 500 മൈക്രോഗ്രാം ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. മറ്റ് ഷോർട്ട് ആക്ടിംഗ് ബീറ്റ അഗോണിസ്റ്റുകൾ പറയുകയാണെങ്കിൽ മെറ്റാപ്രോട്ടറിനോൾ എന്ന് പറയുന്ന മരുന്നുണ്ട്. ദെൻ പിർബ്യൂട്ടറോൾ ആണ് മറ്റൊരു മരുന്ന്. ഫിനോട്ടറോൾ ഉണ്ട്. ഫിനോട്ടറോൾ എന്ന് പറയുന്ന മരുന്നുണ്ട്. പക്ഷേ പ്രധാനികൾ നമ്മൾ പറയുന്നത് സാൽബ്യൂട്ടമോൾ, ലീവോസാൽബ്യൂട്ടമോൾ ആൻഡ് ടെർബ്യൂട്ടാലിനാണ്. ആൻഡ് ലീവോസാൽബ്യൂട്ടമോൾ ആണ് ഇതിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ആക്ടിംഗ്. ഏറ്റവും കുറച്ച് നേരം പ്രവർത്തിക്കുന്നതും വേഗത്തിൽ പ്രവർത്തിക്കുന്നതും ഇതാണ് ഷോർട്ടസ്റ്റ്. ആൻഡ് രണ്ടാമത്തെ ഗ്രൂപ്പ് മരുന്ന് എന്ന് വെച്ചത് ലോങ് ആക്ടിംഗ് ആയിരിക്കും. ലോങ് ആക്ടിംഗ് ബീറ്റ-2 അഗോണിസ്റ്റ് എന്ന് പറയുമ്പോൾ അപ്പൊ നമ്മൾ എഴുതുക ലാബ എന്നായിരിക്കും വിളിക്കുക. സോ സാബ ലാബ. ദീർഘനേരം പ്രവർത്തിക്കും എന്ന് പറയുമ്പോൾ 12 മണിക്കൂറാണ്, 12 hours ആണ് പ്രവർത്തിക്കുക. അപ്പൊ 2 നേരം കൊടുത്താൽ മതി ദിവസം. എല്ലാ മരുന്നുകളും മിക്കവാറും മെറ്ററോളിലായിരിക്കും അവസാനിക്കുക. മെറ്ററോളിലാണ് അവസാനിക്കുക. ഏറ്റവും ഫേമസ് മരുന്ന് സാൽമെറ്ററോൾ ആണ്. സാൽമെറ്ററോൾ എന്ന് പറയുന്ന മരുന്ന് 15 മിനിറ്റ് എടുക്കും ആക്ഷൻ കിട്ടാൻ, പ്രവർത്തനം തുടങ്ങാൻ. ആൻഡ് ഈ മരുന്ന് ഇഞ്ചക്ഷൻ ആയിട്ടും കൊടുക്കാമെന്നുള്ളതാണ്. സാൽമെട്രോൾ ഈസ് ഓൾസോ അവൈലബിൾ ആസ് ഇഞ്ചക്ഷൻ, ഇൻഹലേഷൻ ആൻഡ് ഓൾസോ ഇഞ്ചക്ഷൻ. ഡോസ് എന്ന് പറയുന്നത് 50 to 100 മൈക്രോഗ്രാം ഒക്കെയാണ്. പിന്നെ ഒരെണ്ണം ഫോർമോട്ടറോൾ ആണ്. ഫോർമോട്ടറോൾ ആണ് പ്രധാനി. 7 മിനിറ്റിലൊക്കെ ആക്ഷൻ തുടങ്ങും. 12 മണിക്കൂർ പ്രവർത്തനമുണ്ട്. 2 നേരം കൊടുത്താൽ മതി. 2 to 24 മൈക്രോഗ്രാം. 2 to 24 മൈക്രോഗ്രാം ആണ്. ദെൻ പിന്നെ ഉള്ളത് ഫോർമോട്ടറോളിന്റെ ഫോർമോട്ടറോൾ എന്ന് പറയുന്നത്. ദെൻ ബാംബ്യൂട്ടറോൾ ഉണ്ട്. ബാംബ്യൂട്ടറോൾ എന്ന് പറയുന്ന മരുന്ന് ഇതൊരു പ്രോഡ്രഗ് ആണ്. പ്രോഡ്രഗ് മീൻസ് ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു ടെർബ്യൂട്ടാലിൻ ആയിട്ടാണ് മാറുക. സോ ദിസ് എ പ്രോഡ്രഗ്. ദെൻ പിന്നെ ഉള്ളത് ക്ലെൻബ്യൂട്ടറോൾ ആണ്. ക്ലെൻബ്യൂട്ടറോൾ എന്ന് പറയുന്ന മരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ആസ്മയിൽ മെയിൻ്റനൻസിന് ഉപയോഗിക്കുക. സോ ദീസ് ആർ ദ ഡ്രഗ്സ് യൂസ് ഫോർ മെയിൻ്റനൻസ്. അപ്പോൾ ഇതൊരു അക്യൂട്ട് ആസ്മ കണ്ടീഷനിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ വിഭാഗം മരുന്നുകൾ ഷോർട്ട് ആക്ടിംഗ്. ഇത് തുടർച്ചയായിട്ട് മെയിൻ്റനൻസിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ ഇതാണ്. സോ ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടത്, ആസ്മ എന്ന് പറയുന്നത് ഒരു ഇൻഫ്ലമേറ്ററി ഡിസോർഡർ ആണ്. അപ്പോൾ നമുക്ക് ഈ മരുന്ന് മാത്രം കൊടുത്ത് ബ്രോങ്കോഡയലേറ്റേഴ്സ് മാത്രം തുടർച്ചയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ പോരാ. വി ഹാവ് ടു ഗിവ് ഇൻഹലേഷണൽ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് കൂടി അതിനൊപ്പം കൊടുക്കണം. ആന്റി ഇൻഫ്ലമേറ്ററി ഇൻഹലേഷണൽ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് പ്ലസ് ലോങ് ആക്ടിംഗ് ബീറ്റ അഗോണിസ്റ്റ് കൂടി ചേർത്തിട്ടായിരിക്കും കൊടുക്കുക. ഈ മരുന്ന് മാത്രമായിട്ട് ഒരിക്കലും ഒറ്റയ്ക്ക് കൊടുക്കാൻ പാടില്ല. അപ്പൊ മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ അൾട്രാ ലോങ് ആക്ടിംഗ് ആണ്. അൾട്രാ ലോങ് ആക്ടിംഗ് അതിനെ നമുക്ക് ULAB ലാബ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ വെരി ലോങ് ആക്ടിംഗ് എന്നും വിളിക്കാറുണ്ട്. വെരി ലോങ് ആക്ടിംഗ് എന്ന് പറയുമ്പോൾ വ്ലാബ എന്നും വിളിക്കാറുണ്ട്. സോ മരുന്നുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വൺ ഈസ് ഇൻഡാകാറ്ററോൾ ആണ് ഒരു മരുന്ന്. പിന്നെ ഉള്ളത് ഒലോഡാറ്ററോൾ ആണ്. ഒലോഡാറ്ററോൾ ഉണ്ട്. ദെൻ പിന്നെ ഉള്ളത് വിലാൻറ്ററോൾ എന്ന് പറയുന്ന മരുന്ന്, വിലാൻറ്ററോൾ. സോ ഇത് മൂന്നുമാണ് അൾട്രാ ലോങ് ആക്ടിംഗ് ഓർ വ്ലാബാസ് എന്ന് പറയും. സോ അപ്പൊ ഇതും അക്യൂട്ട് ആസ്മയിലല്ല ഇത് കൊടുക്കുക. ഇത് മിക്കവാറും COPDs മറ്റ് COPDs
കേസിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ഉപയോഗിക്കുക. ആൻഡ് ഇവ 24 മണിക്കൂർ നേരം പ്രവർത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ ദിവസം ഒരു നേരം കൊടുത്താൽ മതി എന്നുള്ളതാണ് ഈ മരുന്നുകളുടെ ഗുണം. അൾട്രാ ലോങ് ആക്ടിങ്. സോ 3 ടൈപ്പ്. അക്യൂട്ട് എമർജൻസീസിന് കൊടുക്കുന്ന സാബ ഉണ്ട്, തുടർച്ചയായിട്ട് ദീർഘനാൾ കൊടുക്കേണ്ടി വരുന്ന ലോങ് ആക്ടിങ് ലാബാസ് ആൻഡ് അൾട്രാ ലോങ് ആക്ടിങ് മരുന്ന്. 3 തരം ബീറ്റ-2 അഗോണിസ്റ്റ്. അപ്പൊ ഇനി മരുന്നുകളുടെ ഉപയോഗം യൂസസ് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ആക്ടിങ് മരുന്നുകൾ സാബ നമ്മൾ ഉപയോഗിക്കുന്നത് അക്യൂട്ട് ആസ്മയിലാണ്. അക്യൂട്ട് ആസ്മയിലാണ് നമ്മൾ സാബ ഉപയോഗിക്കുക. അക്യൂട്ട് ആസ്മ അറ്റാക്ക് കണ്ടീഷൻസിൽ മാത്രമാണ് നമ്മൾ കൊടുക്കുക. ഓൺലി ഇൻ അക്യൂട്ട് ആസ്മ അറ്റാക്ക്. അത് എപ്പിസോഡിക് ആസ്മയാകാം, എപ്പിസോഡിക് ഓർ അലർജിക് ഓർ ഒക്കുപേഷണൽ ആസ്മ, ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിലാണ് നമ്മൾ ഉപയോഗിക്കുക. മൈൽഡ് എപ്പിസോഡിക്കിലും അക്യൂട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഉപയോഗിക്കും. സീസണൽ ആസ്മ, അതിലും എക്സസൈസ് ഇൻഡ്യൂസ്ഡ് ആസ്മ, അതിലും ഒക്കെ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ, അറ്റാക്ക് ഓഫ് ആസ്മ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കും. ദെൻ ക്രോണിക് ആൻഡ് പെർസിസ്റ്റന്റ് കണ്ടീഷൻ, ക്രോണിക് പെർസിസ്റ്റന്റ് ആസ്മയിൽ അതിലും അക്യൂട്ട് അറ്റാക്ക് വരാമല്ലോ. അക്യൂട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെയും സാബാസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ദെൻ സ്റ്റാറ്റസ് ആസ്മാറ്റിക്കസ് എന്ന് പറഞ്ഞ കണ്ടീഷൻസിലും നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടി വന്നാൽ സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ ആയിട്ട് നമ്മൾ ചിലപ്പോൾ ടെർബ്യൂട്ടാലിൻ പോലെയുള്ള മരുന്നുകൾ ഉപയോഗിച്ചേക്കാം. ഇനി ആസ്മയുടെ മെയിൻ്റനൻസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ആസ്മ തുടർച്ചയായിട്ട് വന്നാൽ തടഞ്ഞു നിർത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കുക ലാബ വിഭാഗ മരുന്നുകളാണ്. ലാബ ഒറ്റയ്ക്ക് ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞു. ലാബ പ്ലസ് ആന്റി ഇൻഫ്ലമേറ്ററി കോർട്ടിക്കോസ്റ്റിറോയിഡ്സ്, ICS ഇൻഹലേഷണൽ കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് കൂടി നമ്മൾ അതിനൊപ്പം ഉപയോഗിക്കും. ഇനി ബ്രോങ്കിയൽ ആസ്മയിലല്ലാതെ COPD കണ്ടീഷൻസിലും എല്ലാത്തിലും നമ്മൾ അക്യൂട്ട് കണ്ടീഷൻസിൽ സാബയായിരിക്കും ഉപയോഗിക്കുക. ഇഫ് ഇറ്റ് ഈസ് അക്യൂട്ട് വന്നാൽ സാബയായിരിക്കും ഉപയോഗിക്കുക. അല്ലാത്ത കണ്ടീഷൻസിൽ നമ്മൾ ലാബയോ അൾട്രാ ലാബയോ ലാബയോ നമ്മൾ ഉപയോഗിച്ചേക്കാം. ഇപ്രാട്രോപ്പിയം പോലെയുള്ള ആന്റി മസ്കാർനിക് മരുന്നും ഇതിനൊപ്പം ഉപയോഗിച്ചേക്കാം. ഇപ്രാട്രോപ്പിയം പോലെയുള്ള മരുന്നുകളും ഒറ്റയ്ക്കായിരിക്കില്ല കൊടുക്കാം, ബാക്കി മരുന്നുകൾ കൂടി കൊടുക്കേണ്ടി വരും. ഇനി മറ്റുപയോഗങ്ങൾ ഇതല്ലാതെ ആസ്മ COPD രോഗങ്ങളല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കണ്ടീഷൻ പൊട്ടാസ്യം ലെവൽ താഴ്ത്താനായിട്ടാണ്. ടു ഡിക്രീസ് പൊട്ടാസ്യം ലെവൽ ഇവ ഉപയോഗിക്കാറുണ്ട്. രക്തത്തിൽ നിന്ന് ECFൽ നിന്ന് സെല്ലിനകത്തേക്ക്, പ്രത്യേകിച്ച് സ്കെലിറ്റൽ മസിലിനകത്തേക്ക് പൊട്ടാസ്യം കയറ്റാനായിട്ട് ഈ മരുന്നുകൾക്ക് ഉപയോഗിക്കാം. ഇൻസുലിൻ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഇതാണ് സാധാരണ കൊടുക്കുക. അതിനൊപ്പം ചിലപ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇത് ഒറ്റയ്ക്കും വേണമെങ്കിൽ ഉപയോഗിക്കാം. 2 സ്ത്രീകൾ ഗർഭിണികളിലെ യൂട്രൈൻ റിലാക്സന്റ് അല്ലെങ്കിൽ ടോക്കോലിറ്റിക് എന്നാണ് നമ്മൾ ഉപയോഗിക്കുക. യൂട്ടറൈൻ റിലാക്സന്റ് ആയിട്ടും ഇത് പ്രവർത്തനമുണ്ട്. മറ്റു മരുന്നുകളാണ് നമ്മൾ ഉപയോഗിക്കുക. റിറ്റോറിഡിൻ പോലെയുള്ള മരുന്നുകളുണ്ട്. എങ്കിലും പ്രിമച്വർ ലേബർ നമുക്ക് തൽക്കാലം തടഞ്ഞു നിർത്താൻ വേണമെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം. ഹാബിച്വൽ അബോർഷൻ ഒക്കെ കുറയ്ക്കാനായിട്ട്, ത്രെറ്റൻഡ് അബോർഷൻ അതിനൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. റിറ്റോറിഡിൻ അല്ലെങ്കിൽ ഐസോസുപ്രിൻ പോലുള്ള മരുന്നുകളായിരിക്കും നമ്മൾ ഉപയോഗിക്കുക, എങ്കിലും ഇതും ഒരു യൂസ് ആണ്. ഇനി സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻസിൽ മറ്റു മരുന്നുകൾക്കൊപ്പം എയറോസോളായിട്ടും ഈ മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട്. അല്ലാതെ മറ്റേത് അസുഖങ്ങളിലും ശ്വാസം മുട്ട് വന്നു കഴിഞ്ഞാലും നമ്മളിത് ഉപയോഗിക്കും. അപ്പൊ ഇനി പറയേണ്ടത് അഡ്വേഴ്സ് എഫക്ട് ഓർ ദോഷഫലങ്ങളാണ് നമുക്ക് പറയേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ടത് മോസ്റ്റ് കോമൺ വൺ എന്ന് പറയുന്നത് ട്രെമർ ആണ്, വിറയൽ ആണ് ഏറ്റവും പ്രധാനം. ഡോസ് ഡിപെൻഡന്റ് സൈഡ് എഫക്ട് ആണിത്. കാരണം ബീറ്റ-2 റിസപ്റ്റർ ഓൺ ദ സ്കെലിറ്റൽ മസിൽ ഉണ്ട് ആൻഡ് ദിസ് ക്യാൻ കോസ് ട്രെമർ ഉണ്ടാക്കാം, റെസ്റ്റ്ലെസ്നെസ് എന്ന് പറയുന്ന കണ്ടീഷൻസ് ഉണ്ടാക്കാം. രണ്ടാമത്തെ ഹൃദയമിടിപ്പ് കൂടുതലാണ്, ടാക്കികാർഡിയ അല്ലെങ്കിൽ പാൽപിറ്റേഷൻസ് എന്നാണ് പാൽപിറ്റേഷൻസ് ഒക്കെ ഉണ്ടാക്കാം. ഹൃദയതാളം ഹേർട്ട് ബീറ്റ് വർദ്ധിക്കും. ഹൃദയത്തിന്റെ ബീറ്റ റിസപ്റ്ററിൽ പ്രവർത്തിക്കുന്ന മൂലമാണ്. ബീറ്റ-2 ഓൺ ദ കാർഡിയക് മസിൽ അതിനകത്ത് പ്രവർത്തിക്കാം. ബീറ്റ-1 ഉണ്ട്, അവിടെയും പ്രവർത്തിക്കാം. മൂന്നാമത്തത് നമുക്ക് പറയാനുള്ളത് ഈ വിഭാഗ മരുന്നുകൾ എല്ലാത്തിനോടും റാപ്പിഡ് ആയിട്ട് ടോളറൻസ് ഉണ്ടാവും എന്നുള്ളതാണ്. റാപ്പിഡ് ടോളറൻസ് ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ സാബാസ് നമ്മൾ സ്ഥിരം കൊടുക്കാറില്ല, അതുകൊണ്ടാണ് റാപ്പിഡ് ടോളറൻസ് ഓർ ഡീസെൻസിറ്റൈസേഷൻ ടു ബീറ്റ-2 റിസപ്റ്റേഴ്സ് ഉണ്ടാകും എന്നുള്ളതാണ്. നാലാമത്തത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പൊട്ടാസ്യം കുറയലാണ്. ബിക്കോസ് പൊട്ടാസ്യം സ്കെലിറ്റൽ മസിലിനകത്ത് കയറ്റുന്നതുകൊണ്ട് പൊട്ടാസ്യം കുറയൽ ഉണ്ടാകും. ബീറ്റ-2 ആക്ഷൻ വഴി സോഡിയം H+ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആണ് ഇത് വെച്ച് നടക്കുക. സോ പൊട്ടാസ്യം ചാനൽ ഇതുമായിട്ട് കപ്പിൾഡ് ആണ്. സോ അങ്ങനെയാണ് പൊട്ടാസ്യം കുറയുക. ഇനി മറ്റൊരു സൈഡ് എഫക്ട് എന്ന് പറയുന്നത് മെറ്റബോളിക് പ്രശ്നമാണ്. മെറ്റബോളിക് പ്രശ്നം മീൻസ് ഹൈപ്പർഗ്ലൈസീമിയ ഉണ്ടാക്കാം. കാരണം ബീറ്റ-2 സ്റ്റിമുലേഷൻ മൂലം ലിവറിനകത്ത് ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ നടക്കുന്നുണ്ട്. ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഗ്ലൂക്കോസ് ആയിട്ടായിരിക്കും മാറുക. സോ ഇൻക്രീസ്ഡ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ, ഹൈപ്പർഗ്ലൈസീമിയ ഉണ്ടാക്കാം. ആറാമത്തെ ഒരു പ്രശ്നം ഉള്ളത് ഹൈപ്പോക്സിയ ഓർ ഹൈപ്പോക്സീമിയ ഉണ്ടാക്കാം എന്നുള്ളത്. സോ ഇതിന് കാരണം വെന്റിലേഷൻ പെർഫ്യൂഷൻ മിസ്മാച്ച്, അല്ലെങ്കിൽ നമ്മൾ എഴുതുക VQ മിസ്മാച്ച് എന്നാണ് പറയുക. VQ മിസ്മാച്ച് ഉണ്ടാവുന്നതാണ്. പെട്ടെന്ന് ബ്രോങ്കോഡയലേഷൻ ഉണ്ടാകുമ്പോൾ ഓക്സിജൻ സപ്ലൈ ചില ഭാഗങ്ങളിൽ ലഭിക്കാതെ വരുന്നതാണ് പ്രശ്നം, ഹൈപ്പോക്സിയ ഉണ്ടാകുന്നതിന് കാരണം. സോ ഇതൊക്കെയാണ് ഇതിന്റെ അഡ്വേഴ്സ് എഫക്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ബീറ്റ-2 റിസപ്റ്റർ അഗോണിസ്റ്റ്, ബ്രോങ്കോഡയലേറ്റേഴ്സ്, സാൽബുറ്റമോൾ ലൈക്ക് ഡ്രഗ്സ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.